എക്സാമിന്റെ കാര്യം ഓർക്കുമ്പോ ഒരുപാട് നെർവസ് ആയിട്ട് തോന്നുന്നു. എടാ എല്ലാം ശരിയാവുന്നേ, ഡോണ്ട് വറി. അവിടെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നേ? അതൊന്നുമില്ല സാർ. Ibaiska, Zibaiska, truth screen appearo. Myra, അവിടെ നോക്ക്. ഇത് സംഭവം കൊള്ളാലോ. ചേട്ടാ, ഇവിടെ എന്താ പ്രശ്നം? മിണ്ടാതിരുന്ന് ഉത്തരം എഴുത്. എന്തിനാ വെറുതെ ഇങ്ങനെ ചിരിക്കുന്നേ? നിങ്ങൾ എല്ലാവരും എന്തിനായി പൊട്ടിച്ചിരിക്കുന്നത്? മിസ്റ്റർ ജോളി, എല്ലാം ഓക്കെ ആണല്ലോ സർ? നിങ്ങൾക്ക് എന്റെ സഹായം വലുത് ആവശ്യമുണ്ടോ? ഓൾ ഓക്കെ ശക്ലീന മേഡം ജി. ഒന്ന് മിണ്ടാതിരിക്കൂ കുട്ടികളെ. നിങ്ങൾ എന്തിനായി മേളിലോട്ട് നോക്കുന്നത്? ജെനി, ജോഡി, ജെനി, ജോഡി, ഇങ്ങനെ ചീറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. ജെനി, ജോഡി, നിങ്ങൾ രണ്ടുപേരും ചീറ്റിംഗ് ചെയ്യാണോ? ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നോ സർ, ഞാനൊരു ചീറ്റിംഗ് ചെയ്തിട്ടില്ല. ആണോ? ജെനി, ജോഡി, നിങ്ങൾ രണ്ടുപേരും ചീറ്റിംഗ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും നന്നായി പഠിക്കുന്ന കുട്ടികളല്ലേ? പിന്നെ എന്തിനാ രുദ്രയുടെ ആൻസർ ഷീറ്റ് നോക്കുന്നേ? ഞാൻ ഇപ്പോൾ തന്നെ കാനുകയുടെ റൂമിൽ ചെന്നിട്ട് നിങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യും. അവർ നിങ്ങളെ സ്കൂളിൽ നിന്ന് അടിച്ചു പുറത്താക്കും. നോ മമ്മി, പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. We beg you. Sorry Mr. Jolly. Sorry Rudra. ഓ ശക്ലീന മേഡം, അവര് പാവം, അവര് വിട്ടേക്ക്. കൊച്ചു പിള്ളേരല്ലേ, അറിയാതെ എങ്ങനെ ചെയ്തു പോയതാവും. എന്നാൽ ശരി സർ, നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുകയാണെങ്കിൽ അതുകൊണ്ട് മാത്രം ഞാൻ ഇവർക്ക് ലാസ്റ്റ് ചാൻസ് നൽകുന്നു. അടുത്ത പ്രാവശ്യം ഇതേപോലെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ടീച്ചറുടെ ഡ്യൂട്ടി ഞാനായിരിക്കും ചെയ്യുന്നത്. ഓക്കെ കുട്ടികളെ, എത്രയും പെട്ടെന്ന് എല്ലാരും പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ. രുദ്ര എന്റെ ജെനി ജോഡിയെ എല്ലാവരുടെ മുന്നിലും വെച്ച് അപമാനിച്ചിരിക്കുകയാണ്. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ ജെനിയും ജോഡിയും ഷക്ലിനുടെ നേർക്ക് കണ്ണടിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാ, അവര് മൂന്നുപേരും ചേർന്ന് എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് പേടിക്കണ്ട, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മിസ്റ്റർ ജോളി, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്റെ കുട്ടികളോട് ക്ഷമിച്ചു അല്ലേ? ആ പിന്നെ എനിക്ക് നിങ്ങൾ എഴുതിയ ആ ബുക്കൊന്ന് വേണമായിരുന്നു. അതിലല്ലേ നിങ്ങൾ അഡ്വാൻസ് മാജിക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നേ? അതെ അതെ, തീർച്ചയായും. സാർ, നിങ്ങൾ ആ ബുക്ക് എടുത്തോണ്ട് വരൂ. ഞാൻ ഈ ആൻസർ ഷീറ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് പോകുന്നു. നമ്മൾക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് മാഡം, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഒരു മിനിറ്റ്, ഞാൻ ഈ ബുക്ക് എടുത്തിട്ട് അങ്ങ് വന്നേക്കാം.
Zibaiska realistico. ചെന്ന് ഷക്ലിനെ ചേസ് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്റെ ഒറിജിനൽ ആൻസർ ഷീറ്റ് ഇതിൽ വെച്ച് അങ്ങ് കൊടുത്തേക്കാം. പിന്നെ ഈ ഡമ്മി പേപ്പർ ഷക്ലീനയുടെ കയ്യിൽ തന്നെ കൊടുക്കാം. ഓക്കെ, ഇന്നത്തെ റൗണ്ട് കംപ്ലീറ്റ്. ബ്രേക്ക് ടൈം. രക്ഷിക്കണേ. ചേട്ടാ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാനിങ്ങനെ കുടുങ്ങി പോയല്ലോ. കാണുന്നില്ലേ? ആരും ഒന്ന് രക്ഷിക്കേ. ഇതാരെങ്ങനെ ചെയ്തത്? ആരാ നിങ്ങളൊക്കെ? ഇത്ര വലിയ സ്റ്റുഡൻസ് എവിടുന്നാണ് വന്നത്? ആദ്യം മുഖം കാണിക്കേ. അത് നിങ്ങളായിരുന്നോ? നിങ്ങൾ ടീച്ചേഴ്സ് അല്ലായിരുന്നെങ്കിലേ ഞാൻ നിങ്ങളെ 2 മണിക്കൂറല്ല 4 മണിക്കൂറിന്റെ ഡിറ്റൻഷൻ തന്നേനെ. മിസ്റ്റർ ജോളി സർ, ഈ ആൻസർ ഷീറ്റ് ഒക്കെ അവിടെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ഓഹോ, താങ്ക് യു രുദ്ര, താങ്ക് യു. ഹലോ ജോളി സാർ, എന്റെ ജെനിയും ജോളിയും എക്സാമിൽ എങ്ങനെയാ പെർഫോം ചെയ്തിരിക്കുന്നത്? നിങ്ങളൊന്ന് സമാധാനിക്കൂ മാഡം ഷക്ലീന. ജിന്നിയും ജോഡിയും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ രുദ്ര ഈസ് എക്സ്ട്രാ ഓർഡിനറി ആസ് യൂഷ്വൽ. ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാ? ഓരോ ആൻസറും അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. 200 ഔട്ട് ഓഫ് 100 കൊടുക്കാമെന്ന് തോന്നുന്നു. എന്ത്? സോറി, കോഫിയിൽ എന്തോ വീണതുപോലെ. എനിക്കെല്ലാം മനസ്സിലായി. കോറിഡോറിൽ എലിയെ പറഞ്ഞയച്ചതും എല്ലാം തന്നെ രുദ്രയുടെ പ്ലാനിംഗ് ആയിരുന്നു. ഹീ ഈസ് വെരി സ്മാർട്ട്. പക്ഷെ ഓരോ തവണയും അവന്റെ സ്മാർട്ട്നെസ് അവനെ രക്ഷിക്കില്ല എന്ന് അവൻ മനസ്സിലാക്കണം. മമ്മി, ഇന്നലത്തെ പേപ്പറിൽ എല്ലാരും കൂടി ഞങ്ങൾ ഒരുപാട് കളിയാക്കി. പ്ലീസ് ഇന്ന് വേറെ വല്ല പ്ലാനും ചെയ്യ്. രുദ്ര എക്സാം എഴുതാൻ പാടില്ല. നിങ്ങൾ വിഷമിക്കേണ്ട കുട്ടികളെ. ഇന്നത്തെ എന്റെ ഈ പ്ലാനിൽ രുദ്ര എക്സാമിനേഷൻ ഹാളിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സ്ഥലത്ത് അവൻ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഈ എക്സാം തീരുന്നതുവരെ ഞാൻ അങ്ങനെ ഓടിപ്പിക്കും. ഏതാണ്ട് ട്രെഡ്മിൽ ഓടുന്നത് പോലെ അവൻ ഓടിക്കൊണ്ടേയിരിക്കും. യു ആർ ടു ഗുഡ് മമ്മി. എന്ന് വെച്ചാൽ ഇന്ന് രുദ്ര എക്സാമിൽ ആബ്സെന്റ്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് വരുന്നത് 100% കൺഫേം. ഞങ്ങൾക്ക് ലേറ്റ് ആവുന്നു മമ്മി. ബൈ ബൈ കുട്ടികളെ.
ഇന്ന് അവൻ അൺസ്റ്റോപ്പബിൾ മാരത്തോൺ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. രുദ്ര എവിടെ പോയി? അയ്യോ വേണ്ട, ആരെങ്കിലും ഇതൊന്ന് നിർത്ത്. രുദ്ര എന്റെ ഓരോ പ്ലാനിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. മിസ് സെക്യൂരിറ്റി, എന്നെ ഒന്ന് സഹായിക്ക്. ഇതൊന്ന് തടഞ്ഞു നിർത്ത്. മാഡം ഷക്ലീന, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? ആ കയ്യിൽ തരൂ. നിങ്ങൾ എന്തേ കാണിച്ച ഷക്ലീന മാഡം? നിങ്ങളെ സഹായിക്കാനല്ലേ ഞാൻ കൈ നീട്ടിയത്. ഇപ്പൊ നിങ്ങൾ കാരണം ഞാൻ കുടുങ്ങിപ്പോയി. ഞാൻ റൂൾ ബുക്ക് ചേഞ്ച് ചെയ്യും. എനിക്ക് ടീച്ചേഴ്സിന് ഡിറ്റൻഷൻ കൊടുക്കാനുള്ള പവർ കിട്ടിയേ തീരൂ. എന്നെ കുറിച്ച് ഇവരെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? രുദ്ര പുറത്തെങ്ങുമില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയി? ഒരുപക്ഷെ എക്സാം ഹാളിൽ ഉണ്ടായിരിക്കുമോ? എന്നുവെച്ചാൽ രുദ്ര അവന്റെ ഇമേജ് മാത്രം അവിടെ ഉപേക്ഷിച്ച് സ്വയം എക്സാം എഴുതാൻ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. മാഡം ഷക്ലീന, എന്താ പറ്റിയേ? നിങ്ങൾ ഇതിനെ നിലവിളിച്ചത്? അല്ല, ഒന്നുമില്ല. അതൊരു കോക്രോച്ച് ആയിരുന്നു. ശരിക്കും കോക്രോച്ചുകൾ എന്റെ ദേഹത്ത് കയറിയിരിക്കുന്നു. എന്റെ പ്ലാൻ നിങ്ങൾ രണ്ടുപേർക്കും മാത്രമേ അറിയൂ. പിന്നെ രുദ്രയ്ക്ക് ആ കാര്യം എങ്ങനെ മനസ്സിലായി? ഞങ്ങൾക്കറിയാമെന്നോ? നിങ്ങൾ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞത്? ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പോലും വന്നില്ലല്ലോ. ഓ, അപ്പോൾ രാവിലെ സാൻഡിയുടെ ഒപ്പം വന്നത് നിങ്ങളല്ലായിരുന്നോ? അപ്പോൾ അത് രുദ്രയും മൈറയും വരുണായിരുന്നു. അവർ നിങ്ങളുടെ രൂപത്തിൽ വന്നതായിരുന്നു. ഹീസ് ടു സ്മാർട്ട് ആണെങ്കിലും ഞാൻ അവനെ വെറുതെ പറഞ്ഞയക്കില്ല. ഞാൻ ഒരിക്കലും തോറ്റു പിൻവാങ്ങാനും പോകുന്നില്ല. മമ്മി, ഇന്നെങ്കിലും രുദ്രയെ ഫെയിലാക്കാൻ പുതിയതായിട്ട് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നേ? വീണ്ടും രൂപം മാറ്റിയിരിക്കുക അല്ലേ? പക്ഷേ ഓരോ തവണയും നിന്റെ ഈ തന്ത്രം ഇവിടെ വിലപ്പോകില്ല. ആ പ്ലാനോ അതുണ്ടല്ലോ, എന്നോടൊപ്പം വരൂ. ഈ സ്റ്റാച്ചു റൂമിൽ രുദ്രയ്ക്ക് വേണ്ടി ഒന്നുണ്ട്. പോയി നോക്കിയിട്ട് വരൂ. രുദ്രയ്ക്ക് വേണ്ടി ചില സാധനങ്ങളുണ്ടെന്നോ? വരൂ ഗൈസ്, നമുക്ക് അകത്ത് പോയി നോക്കാം.
മൈനി മോർ ബൗസിംഗ് ബോൾ ക്രിയേറ്റർ. ആരെയാടാ മമ്മീന്ന് വിളിക്കുന്നേ? ഓരോ തവണയും എന്നെ വിഡ്ഢിയാക്കാമെന്ന് കരുതിയോ? എനിക്കറിയാം നിങ്ങൾ ജെനി ജോഡിയല്ല, രുദ്രയും അവന്റെ ഫ്രണ്ട്സുമാണ്. മമ്മി, മമ്മിയുടെ കണ്ണിലുണ്ണിയില്ല ഞങ്ങള്. പ്രിയപ്പെട്ട ജെനിയും ജോഡിയുമാണ്. പ്ലീസ് ഞങ്ങള് പുറത്തിറക്കി വിട്. എക്സാമിന് സമയമാവുന്നു, അല്ലെങ്കിൽ ഞങ്ങള് ഫെയിൽ ആകും. നിന്നെയൊക്കെ ഫെയിലാക്കിയേ പറ്റൂ രുദ്ര. ഇനി എന്തായാലും എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ പുറത്തു വിടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വഴിക്കാണെങ്കിൽ ആരും വരാനും പോകുന്നില്ല. എത്ര വേണമെങ്കിലും നിലവിളിക്ക്. ബൈ ബൈ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഈ ഷക്ലീന മേഡത്തിന്റെ ഓരോ കാര്യങ്ങളെ. തീർച്ചയായിട്ടും എന്ത് പ്രശ്നമുണ്ട്? ഷക്ലീന ഏത് വഴിക്കാ പോയത്? മമ്മി, നിങ്ങൾ ക്ലാസ്സിന്റെ വേഗത്തിൽ ഇറങ്ങി വന്നതല്ലേ, പിന്നെ എത്ര ഇങ്ങോട്ട് വന്ന്? അല്ല, അപ്പൊ നിങ്ങളും ആ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചേയില്ല. പക്ഷെ രുദ്രയും ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ റൂമിനകത്ത് പൂട്ടിയത് ആരെയാ? എനിക്ക് തോന്നുന്നത് ക്ലാസ്സിൽ രുദ്രയുടെ ഇമേജ് ആയിരിക്കും. കാരണം മമ്മി പോയപ്പോ തന്നെ ആ ഇമേജും ഇല്ലാതായിരിക്കുക. ഇനി നിങ്ങളുടെ അമ്മയുടെ പവർ എന്താണെന്ന് നിങ്ങൾ കണ്ടോളൂ കുട്ടികളെ. ഇനി മിനി മൈനി മോർ ഷക്ലീനയുടെ മാജിക് തുടങ്ങട്ടെ. Hello. Hi. Hello. Hello. Hi. Hi. Hello. 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 Hi. Hello. ഹലോ. ഹലോ. മമ്മി, ഞങ്ങളെ സ്റ്റാച്ചുവിനെ രക്ഷിക്ക്. മമ്മി, രക്ഷിക്ക് മമ്മി, രക്ഷിക്ക്. ആരെങ്കിലും തന്റെ കുട്ടികളെ ഇങ്ങനെ വേദനിപ്പിക്കുമോ? വെരി ബാഡ്. നീയോ? അപ്പോൾ അകത്ത് കിടക്കുന്നത്? മമ്മി, ദയവിത് ഞങ്ങൾ പുറത്തെടുക്ക്. അല്ല, ഇവരെന്നെ മന്ത്രം ചൊല്ലാൻ അനുവദിക്കുന്നില്ലല്ലോ. രുദ്ര, എന്നെ രക്ഷിക്കേ. Ibaisko, bubbles disappearo. Hello. Hi. Hello. Hi. Hello. മക്കളെ, ഷക്ലീന, ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ കേൾക്ക്. നമ്പർ 1,
ഉപ്പ് തന്നാൽ വെള്ളം കുടിക്കേണ്ടി വരും. നമ്പർ 2, മറ്റുള്ളവർക്ക് വേണ്ടി കുഴി കുഴിച്ചവൻ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. മൂന്നാമത്തത്, ഇതിനു മുൻപ് പല പ്രാവശ്യം നീ ഇത് കേട്ടിട്ടുണ്ടാവും. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ടേക്ക് കെയർ. ബൈ ബൈ.